ഈ LGBT മാത്രമാണോ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം? വേറെ ഒരു കണ്ടന്റുകളും അവിടെ നടക്കുന്നില്ല. ലക്ഷ്മി എന്ന് പറയുന്നതാണ് ഒരുപാട് സൈബർ ബുള്ളിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു സ്ത്രീയെ പ്രധാനം ചെയ്യും. അതുകൊണ്ട് അവരെ ആരും കുറ്റം പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അവർ ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ട് മാത്രം അവർ വിമർശനത്തിന് അതീതരല്ല. ബിഗ് ബോസിന്റെ ക്രിയേറ്റീവ് ടീം, എഡിറ്റിംഗ് ടീം ഇത് മാത്രം കട്ട് ചെയ്ത് പുറത്ത് വിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കി ചർച്ച ഉണ്ടാക്കുന്നത് പ്രോഗ്രാമിന്റെ ഹൈപ്പിന് വേണ്ടിയിട്ടാണ്. അൾട്രാ ഫ്ലോപ്പ് ഷോ. അവിടെ ഇവര് മാത്രമല്ലല്ലോ ഉള്ളത്. അവിടെ 16 പേര് മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നതിൽ 2-3 പേര് മാത്രമാണ് ആ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത്. ബാക്കിയുള്ള ആളുകൾ മെയിൽ കമ്മ്യൂണിറ്റി, ഫീമെയിൽ കമ്മ്യൂണിറ്റി, ഈ 3 കമ്മ്യൂണിറ്റി ഉള്ളവരോട് പങ്കെടുക്കുമ്പോൾ എന്ത് സന്ദേശം സാധാരണക്കാരൻ ആ ഷോ കൊടുക്കുന്നു? ഒരു ഷോ കണ്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പണിയൊക്കെ അവസാനിപ്പിക്കണം. ചിത്ര എന്ത് തേങ്ങയാണ് ഈ 40-46 ദിവസമായിട്ട് ബിഗ് ബോസ് സീസൺ 6-7 കൊടുക്കാനുള്ളത്. രോഹിതേട്ടാ, ഈ ബിഗ് ബോസ് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താ? ബിഗ് ബോസ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചൊരു ചോദിക്കാം. ഇപ്പൊ ലോക എന്ന് പറയുന്ന സിനിമ കോടികളുടെ ക്ലബ്ബിൽ കയറിയ ഒരു സിനിമയാണ്. ഈ സിനിമ ടിക്കറ്റ് എടുത്ത് നമ്മൾ പോയി കാണുന്നു. ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ? അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ഈ മറ്റേത് അത്രേ ഉള്ളൂ. അതൊരു ക്രിയേറ്റീവ് പ്രൊഡക്റ്റ് ആണ്, ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം. പലരും പറയും ഇത് ബുദ്ധി കൊണ്ട് കളിക്കേണ്ട കളിയാണ്. ശരിയാണ്, ബുദ്ധി കൊണ്ട് കളിക്കേണ്ട കളികളുണ്ട് അതിനകത്ത്. ഇതെപ്പോഴും ഈ ഷോ കോടികൾ പൊടിച്ചിട്ട് ചെയ്യുന്നൊരു ഷോയാണ്. ഇപ്പോൾ മോഹൻലാലിനെ പോലെ ഒരു അവതാരകൻ, ബിഗ് ബോസ് മലയാളത്തെ പറ്റി സംസാരിക്കുന്നത്, മോഹൻലാലിനെ പോലൊരു അവതാരകൻ, സ്റ്റാർ, എൻഡമോ ഷൈൻ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഏഷ്യാനെറ്റ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു ഷോ. അതിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകൾക്ക് ഇപ്പം നമ്മൾ തുടക്കത്തിൽ കേട്ടു, ഞാൻ ഞെട്ടിപ്പോയത് കഴിഞ്ഞ് നമ്മുടെ ഉണ്ടായിരുന്ന ഒരു വ്ളോഗർ ഉണ്ടല്ലോ, എന്തായിരുന്നു അയാളുടെ പേര്, കാറിനകത്തിരുന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്ളോഗർ, സായി സീക്രട്ട് ഏജന്റ്, യൂട്യൂബ് ചാനലിന്റെ പേരല്ലല്ലോ, സായി എന്ന് പറയുന്ന ആള്. ഒരു കണ്ടന്റും ഇല്ലാത്തൊരു മനുഷ്യൻ, എല്ലാവരെയും വിമർശിച്ച് വെറുതെ നാട്ടുകാരുടെ കണ്ടന്റ് ഉച്ചിഷ്ടം ഭക്ഷിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു കക്ഷി. ഈ സായി കാറിനകത്തിരുന്ന് വീഡിയോ ഇട്ടിട്ട് ആ സായി ബിഗ് ബോസിലേക്ക് പോയി ഷൂ ആയി തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീലുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ സായിയോട് ആ വീഡിയോ എടുക്കുന്ന ക്രിയേറ്റർ ചോദിക്കുകയാണ് എത്രയായിരുന്നു സായിയുടെ റെമ്യൂണറേഷൻ. അപ്പോൾ സായി പറയുന്നു അതെനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ 10-20,000 രൂപ കിട്ടുമെന്ന് വെച്ചോ, അതൊന്നും അല്ല, 50-55 രൂപ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, പെർ ഡേ സായിയെ പോലെ ഒരു കണ്ടന്റും ഇല്ലാത്ത, സ്വന്തമായൊരു കണ്ടന്റും ഇല്ലാത്ത, സ്വന്തമായൊരു നിലപാടും ഇല്ലാത്ത, പല്ലവന്റെയും കണ്ടന്റിന് മേൽ കയറിയിരുന്ന് മറ്റു കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് സംസാരിക്കുന്ന, കാറിനകത്തിരുന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യന് 50,000-55,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായി കണ്ടന്റുള്ള, നല്ല പ്രൊഫൈലുള്ള, പണിയെടുത്ത് ജീവിക്കുന്ന എത്രയോ പേർ ഇതിൽ വന്നു പോകുന്നു. ഇവരുടെയൊക്കെ റെമ്യൂണറേഷൻ എന്തുമാത്രമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സായി പറഞ്ഞ കണക്ക് തന്നെ വെച്ചെടുക്കൂ. ഒരു ആവറേജ് 50, അത് അപ്പോൾ താഴെയുള്ളവരുണ്ടാവും, മേലുണ്ടാവും, അത് പോട്ടെ, ഒരു ആവറേജ് 30,000 രൂപ എടുക്കും. ഇപ്പൊ എത്ര പേരാണ് ബിഗ് ബോസിൽ പങ്കെടുക്കുന്നത്? ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം എത്ര രൂപ ഇവരുടെ റെമ്യൂണറേഷന് വേണ്ടി മാത്രം ഇവർ മാറ്റി വെക്കുന്നു. പിന്നെ ഇത്രയും വലിയൊരു ഷോ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷോ ഇത് മാത്രമേ കാണുന്നുള്ളൂ, അതായത് ഈ ബിഗ് ബോസ് ഹൗസ് മാത്രമേ കാണുള്ളൂ. ഇതിന്റെ പിന്നണിയിൽ 100 കണക്കിന് ടെക്നീഷ്യൻസ്, 100 കണക്കിന് ക്രിയേറ്റീവ് ടീംസ്, 100 കണക്കിന് മാനേജ്മെന്റ് ടീം ഇരുന്നിട്ടാണ് ഈ ഒരു ഷോ അരമണിക്കൂറാക്കി ചുരുക്കി നമ്മളിലേക്കും ലൈവായ ഹോട്ട്സ്റ്റാറിലൂടെ ആളുകളിലേക്ക് എത്തിച്ചുകൊടുക്കും. അപ്പോൾ 100% ഈ ഷോ കൊടുക്കുന്നത് പ്രേക്ഷകരെ അട്രാക്ട് ചെയ്യണം. അതിലൂടെ വരുന്ന പരസ്യ വരുമാനവും മറ്റു വരുമാനങ്ങളും ഒക്കെ തന്നെയാണ്. ഇത് ചുമ്മാ ഒരു ചാരിറ്റി വർക്കൊന്നും അല്ലല്ലോ. ഇവർക്ക് ഇത്രയും പണം കൊടുക്കുമ്പോൾ കമ്പനി ആഗ്രഹിക്കുന്നത് അതിന്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ പണം തിരിച്ചു കൊണ്ടുവരിക. പക്ക റേറ്റിംഗ്, അതെ, പക്ക റേറ്റിംഗിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 100% കൊമേഴ്ഷ്യലായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് സാധനമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ സമൂഹത്തിൽ പല രീതിയിൽ ഇടപെടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ ചിത്രയോട് ചോദിക്കുകയാണ്, ബിഗ് ബോസ് സീസൺ 6 വിജയുടെ പേരെന്താ? ജിൻഡോ. 5 അല്ല, അഖിൽമാരാ. ദിൽഷ അതിന് മുമ്പ്. ഓക്കെ, ഇത്തവണ ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യം കയറി ചെന്ന മറ്റൊരു മത്സരാർത്ഥി ആരാ? അഖിൽമാരാണ് അല്ലേ? രണ്ടാമത് ചെന്നത് ആരാ? ശോഭ വിശ്വനാഥ്, ഷിയാസ് അതിന് മുമ്പുള്ള സീസണിൽ നിന്നാണ്. എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന റിയാസ് അലിയും, എന്തുകൊണ്ട് ജിൻഡോയെ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല? ഈ പറഞ്ഞ ആൾക്കാര് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കാം അവർ ചിന്തിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും. പക്ഷെ ഇതിന് ടൈറ്റിൽ വിന്നറെ ഉള്ളിലേക്ക് ഇതുവരെ കയറ്റി വിട്ടിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ. അതിന് മുമ്പ് തവണത്തെ ടൈറ്റിൽ വിന്നർ പോയി,
ഒപ്പം അഖിൽമാരാർക്ക് ഒപ്പം ഇടിച്ചു നിന്ന ശോഭാ വിശ്വനാഥ് പോയി, അങ്ങനെ പല ആളുകളും. അവർക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നു കണ്ടന്റ് ആണ്. ഇവരെ കൊണ്ട് കണ്ടന്റ് മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ധാരണ ഇതിന്റെ മാനേജ്മെന്റിന് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടീമിനുണ്ട്. ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പൊ ബിഗ് ബോസിനെ സംബന്ധിച്ച് അഖിൽമാരാര് പങ്കെടുത്തൊരു സീസൺ, ഞാൻ ഈ ബിഗ് ബോസ് സീസൺ 6 ഒരു വിധത്തിലും മുഖവിലേക്ക് എടുക്കുന്നില്ല. അതിൽ കൊള്ളാവുന്ന ഒരു കണ്ടന്റുകളും ഇല്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൽ റോബിനും അല്ലെങ്കിൽ അങ്ങനെ അഖിലും പോലെയുള്ളവരൊക്കെ രണ്ടാമത് ഗസ്റ്റുകളായി ചെന്ന ചില എപ്പിസോഡുകൾ ഒഴിച്ചു നിർത്തിയാൽ കുറച്ച് വിവാദങ്ങൾ മാത്രമല്ലാതെ ഒരു വിധത്തിലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ 6 എന്ന് കാണുന്നത്. അപ്പം ഞാൻ ബിഗ് ബോസിന്റെ സ്ഥിരം പ്രേക്ഷകരൊന്നുമല്ല, പക്ഷെ ഇതിന്റെ ഒരു റിവ്യൂകളും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്ന കൂട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്. സീസൺ 7ലേക്ക് വരും. സീസൺ 7 തുടക്കം മുതൽ ഇന്ന് വരെയും ചർച്ച ചെയ്യപ്പെടുന്നതും പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും വിഷയം എന്താണ്? LGBT. ഈ LGBT മാത്രമാണോ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം? അല്ലെങ്കിൽ നിങ്ങൾ LGBT കുറിച്ച് സംസാരിക്കുന്നത് പക്ക എന്റർടൈൻമെന്റ് ആയിട്ട് പോണോ? ഞാൻ നോക്കൂ, ഒരു ദിവസം 24 മണിക്കൂർ ലൈവിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ അരമണിക്കൂറോ 1 മണിക്കൂറോ എപ്പിസോഡാക്കി നമ്മളെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ വേറെ ഒരു കണ്ടന്റുകളും അവിടെ നടക്കുന്നില്ലേ? എല്ലാം ഈ സെക്ഷുവാലിറ്റിയെ പറ്റിയും ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ മാത്രമുള്ള ചർച്ചകൾ മാത്രമാണോ അവിടെ നടക്കുന്നത് എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. ബിഗ് ബോസ് സീസണിലെ ഓരോ സീസണുകളിലും ഇവർ ഈ കമ്മ്യൂണിറ്റിയെ പ്രദാനം ചെയ്യുന്ന ആളുകളെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. ആണിനെയും പെണ്ണിനെയും മാത്രമല്ല, ട്രാൻസ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ അവരവിടേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. അതിൽ തന്നെ നാദിറ എന്ന് പറയുന്ന ഒരാളുണ്ടായി. നാദിറ പുള്ളിക്കാരി വാർത്താവതാരകയായിരുന്നു. എന്ത് നല്ല സ്വീകാര്യതയാണ് ആ കുട്ടിക്ക് ബിഗ് ബോസിലൂടെ സാധാരണക്കാർക്കിടയിൽ. അതെന്തുകൊണ്ടാണ്? ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയാണ്. അല്ലാതെ അവർ ഏത് ജെൻഡറാണ്, നിങ്ങൾ ആണാണോ പെണ്ണാണോ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണോ എന്നൊന്നും സംസാരിച്ചെങ്കിൽ പോലും ചർച്ചയായെങ്കിൽ പോലും ആ കുട്ടിക്ക് കിട്ടിയ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ആ പേഴ്സണാലിറ്റിയാണ്. ആ ഇൻഡിവിജ്വൽ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള സ്വീകാര്യതയാണ് ആ കുട്ടിക്ക് അവിടെ കിട്ടിയത്. കഴിഞ്ഞ തവണ എന്താ ഉണ്ടായത്? കഴിഞ്ഞ തവണ ആ കമ്മ്യൂണിറ്റിയെ പ്രദാനം ചെയ്ത് അവിടേക്ക് വന്ന ആള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമണി ദാസിന്റെ സംസാരം, കാരണം പുള്ളിക്കാരി മലയാളിയല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിഥി തൊഴിലാളി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അവരുടെ ഇൻഡസ്ട്രിയിൽ അവരുടെ ഒരു കർമ്മ മേഖലയിൽ പേരെടുത്ത ആളാണ്, നല്ല ബ്യൂട്ടീഷ്യനാണ്, ഒരുപാട് പേര് ആ ഇൻഡസ്ട്രി. പക്ഷെ അവരുടെ രീതികൾ, അവരുടെ സംസാരം ഈ പുറമെ കാണുമ്പോൾ അവരോട് ആളുകൾക്ക് ഒരു ഇഷ്ടമില്ലായ്മ തോന്നുന്നത് കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇവര് ട്രാൻസ് വുമൺ ആയതുകൊണ്ട് അവരെ അംഗീകരിക്കണം എന്ന് പറയുന്നതിനോട് നമുക്ക് 100% യോജിക്കാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ജിൻഡോ ആണായതുകൊണ്ട് ജിൻഡോ അംഗീകരിക്കണം, എനിക്ക് പറയാലോ, കാരണം എന്റെ ജെൻഡർ മെയിലാണ്. ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്താ പറയുന്നത്? അവർ ട്രാൻസ് ആയതുകൊണ്ട് കുറ്റം പറയാൻ പാടില്ല. ഇപ്പൊ ചിത്രയ്ക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോ ലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചിത്ര പറയാം, ചിത്ര പ്രദാനം ചെയ്യുന്ന ഫീമെയിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പ്രദാനം ചെയ്യുന്നു, അതുകൊണ്ട് അവരെ ആരും കുറ്റം പറയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ സംഭവം. ഇപ്പൊ റിയാ സലീം പുറത്തിറങ്ങി വന്നിട്ട് ലക്ഷ്മിക്കെതിരെ എന്തൊക്കെയോ പറയുന്നത്. ലക്ഷ്മി അവിടെ പറഞ്ഞ ഒരു വാചകം, അതായത് അവിടെയുള്ള ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് അറിയപ്പെടുന്ന ആദില നൂറ, ഈ 2 പേർ, ഇവർക്കെതിരെ നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്. പക്ഷെ ഇതിന്റെ ഒരു പിന്നാമ്പറമില്ലേ? ഏത് സാഹചര്യത്തിലാണ് ലക്ഷ്മി ഇത് പറഞ്ഞത് എന്നൊരു സംശയമുണ്ട് ലക്ഷ്മിയെ സംബന്ധിച്ച്. എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം പറയാം. ഇപ്പൊ എനിക്കും എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കുറെ ഉണ്ടാവും. അത് ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യരുതെന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഇപ്പോ ഞാനിത് നോർമലൈസ് ചെയ്യണം എന്ന് പറയാനായിട്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇവിടെ ജീവിക്കണം നമ്മളുടെ ബാക്കിയുള്ളവരെ പോലെ. അതായത് ഇതൊരു മാനസിക പ്രശ്നമല്ല എന്നുള്ളത് ബാക്കിയുള്ളവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ അവർക്കും എന്താ പറയാ, അവർക്കും അവരുടെ ഡെയിലി നീഡ്സ് ഒക്കെ നടക്കണം, അല്ലെങ്കിൽ അവർക്കും ഇവിടെ സമൂഹത്തിൽ ആരെയും പേടിക്കാതെ ആരുടെയും കുത്തുവാക്കുകൾ ഏൽക്കാതെ ഇവിടെ ജീവിക്കണം എന്നുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ലക്ഷ്മിയുടെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു, അവർക്കത് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് ലക്ഷ്മിയുടെ മാത്രം അഭിപ്രായമായിട്ട് ബാക്കിയുള്ളവരിലേക്ക് അത് എത്തിക്കണം. ഇത് കുറെ ആളുകൾ കാണുന്ന ഒരു ഷോയാണ്. അപ്പോ ആളുകളെ അതിനകത്ത് മാറ്റരുത് എന്നുള്ളതേ ഞാൻ ചോദിക്കുന്നത്. ലക്ഷ്മി അവിടെ പറഞ്ഞ ഒരു വാചകം എന്താണ്? ലക്ഷ്മി അവിടെ ഒരു വഴക്കിനിടയിൽ പറയുന്നതാണ്. അത് സ്വാഭാവികമായിട്ട് ഈ നാദിറയാകട്ടെ, നൂറയാകട്ടെ, അല്ലെങ്കിൽ മറ്റേ നെവിനാകട്ടെ, അങ്ങനെ ആരും ആയിക്കൊള്ളട്ടെ, വഴക്കിനിടയിൽ അനീഷ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ആ അനീഷിനെ എന്തോ ഒരു ഇരട്ട പേരിട്ട് വിളിക്കുന്നു, മൊണ്ണ എന്തായിരുന്നു, അങ്ങനെ എന്തോ ഒരു പേരിട്ട് അവിടെ വിളിക്കുന്നുണ്ട്. അത് ശരിയാണോ?
അങ്ങനെയാണെങ്കിൽ നൂറുകണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോ അല്ല ഒരു പുരുഷൻ അവൻ പുരുഷനായതുകൊണ്ട് മാത്രമാണ് ഈ സ്ത്രീകൾ അവനെ എങ്ങനെ വിളിക്കുന്നത്? അല്ല, അത് പുരുഷനായാലും സ്ത്രീകളായാലും അങ്ങനെ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആര് വിളിച്ചിട്ടുണ്ടോ? ഞാൻ വിളിച്ചിട്ടുണ്ടോ, എന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടോ? അതൊക്കെ ശരിയാ. അങ്ങനെയാണ് ഇതൊരു ഷോയാണ്. അവർ ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ട് മാത്രം അവർ വിമർശനത്തിന് അതീതരല്ല. അവർ അവിടേക്ക് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ബിഗ് ബോസ് അവര് ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞത് എന്റെ വ്യൂ അനുസരിച്ചുള്ള കാര്യം പറഞ്ഞു. എന്താണ് നാദരയ്ക്കും ഈ പറയപ്പെടുന്ന നാദരയല്ലോ ആദിലയ്ക്കും നൂറയ്ക്കും ബിഗ് ബോസ് എൻട്രി കിട്ടാനും ഇത്രയും അവരെ അറിയപ്പെടുന്ന എങ്ങനെയാണ്? അവര് LGBT കമ്മ്യൂണിറ്റീനെ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട്, റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവരെ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ 10 പേര് അറിയാൻ തുടങ്ങി? എന്താണ് അവർ സ്പെഷ്യൽ? അവർ പാട്ടുകാർ, ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. അവർ പാട്ടുകാരാണ്? അല്ല. അവര് സിനിമാ താരങ്ങളാണോ? അല്ല. അവർ എഴുത്തുകാരാണോ? അല്ല. അവര് ഒരു അവരുടെ ഐഡന്റിറ്റി അവരത് പറയുന്നു, അതിനുവേണ്ടി അവർ വീട്ടുകാരോട് പൊരുതുന്നു, അവര് ഒരുമിച്ച് ജീവിക്കാൻ. ഈ പറഞ്ഞ പാട്ടുകാരോ കഥാകൃത്തായാലോ അല്ലെങ്കിൽ ബാക്കി ഉള്ള ആൾക്കാരായാൽ മാത്രമാണോ ഇത്? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചിത്രയുടെ ഞാൻ അവരെ എതിർക്കല്ല. അവർക്ക് അവിടെ ഈ നാട്ടിൽ എല്ലാവരെ പോലെയും അല്ലെങ്കിൽ അവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. അവർക്ക് ആരും സംരക്ഷിക്കുന്നവരാണ്. അവർക്ക് ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരാണ്, നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ്. അവരെ ഞാൻ കുറ്റം പറയല്ല. ഇവര് സമൂഹത്തിന്റെ മുന്നിൽ അറിയപ്പെട്ടത് ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒത്തൊരുമിക്കലിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പുറത്തേക്ക് വരുന്നത്. പിന്നീട് ചിത്ര അവരുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ട്. അപ്പൊ ചിത്ര അടക്കമുള്ള ഓൺലൈൻ, ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, ചിത്ര അടക്കമുള്ള എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ ഇന്റർവ്യൂ, ഇവരുടെ ജീവിതം ഒക്കെ ആളുകൾക്ക് മുന്നിലേക്ക് വെച്ചപ്പോൾ ഇവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായി. അതിലൂടെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും യൂട്യൂബിലേക്കും ലക്ഷക്കണക്കിന് പേർ റീച്ച് ഉണ്ടായി. അല്ലാതെ ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ എടുത്തതല്ല. ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ടല്ല ഇവർ പബ്ലിക്കിലേക്ക് ഇത്രയായത്. നിങ്ങൾ അടക്കമുള്ള ചിത്ര അടക്കമുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഇന്റർവ്യൂ എടുത്തതും ഇവരുടെ വിവാഹവും ഒത്തുചേരലും വലിയ വാർത്തയാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ 4 പേര് അറിയാൻ തുടങ്ങിയതും അതിനുശേഷം ഇവരുടെ ജീവിത ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അവർ ഇൻഫ്ലുവൻസേഴ്സ് ആയതുമാണ്. അപ്പോ ഇതിന്റെയൊക്കെ ബേസ് എവിടെയാണ്? ഇവർ ലെസ്ബിയൻസ് ആണ്, ഇവർ ഒരുമിച്ചു, ഇവരുണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം. ആ സംവിധാനത്തിന്റെ ബേസിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. ഇവർ ഒരുമിച്ചാണ് വന്നത് അല്ലെ? ഇപ്പോഴല്ലേ ഇവർ രണ്ട് മത്സരാർത്ഥികളായി മാറിയത്? ഇവർ രണ്ടുപേരും ഒറ്റ മത്സരാർത്ഥി എടുക്കണം. അപ്പൊ അവർക്ക് ആ ഒരു ലേബലിൽ LGBTQ കമ്മ്യൂണിറ്റി, ലെസ്ബിയൻ കപ്പിൾസ് എന്ന ലേബലിൽ തന്നെയാണ് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. ലക്ഷ്മി വരുന്നത് എവിടുന്നാണോ? ലക്ഷ്മി ഒരു എന്താ പറയാ, 1-2 സിനിമയിൽ എന്തോ അഭിനയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലക്ഷ്മി ഒരു ഫീമെയിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സാധാരണക്കാരിയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മത്സരാർത്ഥിയായിട്ട് അവിടേക്ക് വരികയാണ്. അവിടെ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ എന്താ? അതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താ? പിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന വാചകത്തിനോട് പിന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് മുമ്പുണ്ടായ സാഹചര്യം അതൊരു വഴക്കിനിടയിൽ ഉണ്ടാകുന്ന ആരായാലും പറയുന്ന ഒരു സംവിധാനങ്ങൾ മാത്രമേ അവിടെ പറ്റില്ല. അവിടെ എന്നാ പിന്നെ എന്തുകൊണ്ട് ബിഗ് ബോസ് ഇത് കട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തില്ല? ടെലികാസ്റ്റ് ചെയ്യാതിരുന്നില്ല. ബിഗ് ബോസിന്റെ കണ്ടന്റ് അതിനേക്കാൾ നമ്മളെ തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ബിഗ് ബോസ് ആയാലും വീട്ടിലായാലും ഉണ്ടാവുന്നത്. ഇവിടെ വീഴുന്നത് ആരാന്നറിയോ? പ്രേക്ഷകരാണ്. ഈ ചർച്ച ചെയ്യുന്ന നമ്മൾ മണ്ടന്മാരാണ്. 24 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ കട്ട് ചെയ്ത് പുറത്തുവിടാനുണ്ടായിട്ടും ബിഗ് ബോസിന്റെ ക്രിയേറ്റീവ് ടീം, എഡിറ്റിംഗ് ടീം ഇത് മാത്രം കട്ട് ചെയ്ത് പുറത്തുവിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കി ചർച്ച ഉണ്ടാക്കുന്നത് പ്രോഗ്രാമിന്റെ ഹൈപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മളിത് ചർച്ച ചെയ്യുന്നതും പ്രോഗ്രാമിന്റെ ഹൈപ്പിന് വേണ്ടിയിട്ടാണ്. 100% അംഗീകരിച്ചു. അങ്ങനെ ഒരു കണ്ടന്റ് ബിഗ് ബോസ് ആയാലും അത് പുറത്തേക്ക് വിട്ടാൽ ആളുകളുടെ മൈൻഡ് വേറൊരു രീതിയിലും ചിന്തിച്ചു തുടങ്ങും. അല്ലെങ്കിൽ ഇത് നോർമലൈസ് ചെയ്യാനായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ള പൂർണ്ണ ബോധം ഈ ബിഗ് ബോസിന്റെ ടീമിനുണ്ട്. പക്ഷെ അവര് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇത് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ഒരു കണ്ടന്റ് ആരായാലും കൊടുക്കരുത്. ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമെന്നും ഇത്തരം പ്രശംസകൾ ഉണ്ടാകുമെന്നും ഇത്തരം തള്ളിപ്പറയലുകൾ ഉണ്ടാകണമെന്നും ഇത്രയും സ്വീകാര്യത ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ അതേ ഐഡന്റിറ്റി ലെസ്ബിയൻ കപ്പിൾസ് ആയാലും LGBTQ പ്രദാനം ചെയ്യുന്നവരായാലും നോർമൽ പേഴ്സൺസ് ആയാലും എല്ലാവരും, നോർമൽ പേഴ്സൺസ് തെറ്റിരിക്കണം, മെയിൽ ഓർ ഫീമെയിൽ, ഇവരായാലും എല്ലാവരും അവിടേക്ക് ചെല്ലുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മസ്താനി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പുറത്തായി. അതിനുശേഷം മസ്താനിയുടേതാണ് എന്ന് പറയപ്പെടുന്ന ഒരു പൂർവ്വകാല ചരിത്രം സോഷ്യൽ മീഡിയ മുഴുവൻ കറങ്ങാണ്. എനിക്കറിയില്ല ആ കുട്ടിയുടേതാണോ, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ നാളെ ചിത്ര ബിഗ് ബോസിലേക്ക് പോകണം, ഞാൻ ബിഗ് ബോസിലേക്ക് പോകണം. ഇപ്പൊ ചിത്രയായാലും ഞാനായാലും നമ്മൾ രണ്ടുപേരും ബിഗ് ബോസിന്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ. അപ്പൊ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിലേക്ക് പോവുകയാണ് നോക്കുക. നാളെ ഞാൻ പണ്ട് പായൽ അപ്പിയിട്ട കാലം തൊട്ടുള്ള കഥകൾ പുറത്തു വരും. ഒരു പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര രസമാണ് മാരാരുടെ ഒരു സീസൺ, അത് ശോഭാ വിശ്വനാഥ് ആകട്ടെ, മാരാരാകട്ടെ,
അതൊരു വലിയ ഓളമായിരുന്നു, ഒരു ഉത്സവമായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെയൊന്നും നമ്മൾ ഓർക്കില്ല, മാരാർക്ക് നന്നായിട്ട് കളിക്കാൻ പോയി. ഞാൻ പറഞ്ഞേ അവിടെ ഒരു ശോഭയും നല്ല കളിക്കായിരുന്നു. ഇവര് ഈ സമയത്ത് ഇവരുടെയൊക്കെ വീടിന്റെ അടുത്തൊക്കെ പോയിട്ട്, ഞാൻ അതാ പറയാൻ വന്നേ, ഒരു 1-2 ചാനലുകാർ കൊട്ടാരക്കരയിൽ ഒരു ലോഡ്ജ് എടുത്ത് താമസിച്ചു. ഒരു 25-30 എപ്പിസോഡ് ആയപ്പോഴത്തേക്ക് 100 ദിവസം വരെ ലോഡ്ജ് എടുത്ത് താമസിച്ച് സോഷ്യൽ മീഡിയ ചാനലുകാരെ എനിക്കറിയാം. ഇവരുടെ കണ്ടന്റ് അഖിൽമാരാണ് കുറ്റം പറയുക, നല്ലത് പറയിപ്പിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പൊ നാളെ കാണാം നമ്മൾ പോയി കഴിഞ്ഞാൽ നാട്ടെ വീടിന്റെ അടുത്തുള്ള മറ്റേ ഗോപാലൻ കൊച്ചാട്ടന്റെ അടുത്ത് ചെയ്തിട്ട് തമാശ പറ ജോലിനെ കുറിച്ചുള്ള അഭിപ്രായം, ഓ ആ ചള്ളി ഇറങ്ങുന്ന ഇവിടെ വേണ്ട കോൺക്രീറ്റും കൂട്ടി നടന്ന എന്ന് സ്വാഭാവികമായിട്ടും കണ്ടന്റുകളാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പൂർവ്വകാല ചരിത്രം വരെയും നമ്മൾ ഇന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പുറത്ത് എന്ത് ചെയ്യും, അക്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും, ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഉള്ളിലും ഈ സംസാരങ്ങളും ചർച്ചകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്റെ വിമർശനം എവിടെയാണ്, ഈ LGBTQ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇവരുടെ സെക്ഷുവാലിറ്റി, ഇതിനപ്പുറത്തേക്ക് ഒരു ഗെയിമും എന്ത് നടക്കുന്നില്ല, ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ആരോഗ്യപരം ഈ സീസൺ 7 ഒരു കാണുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരന് എടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഞാൻ വീണ്ടും ഈ മാരാറ കേസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഖിൽ മാരാറ സീസൺ തൊട്ടാണ് ഈ ഷോ കണ്ടു തുടങ്ങിയത്. കാരണം മാരാരെ നമുക്ക് അറിയാവുന്ന വ്യക്തിയായിരുന്നു, ഇയാളെങ്ങനെ കളിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ തുടക്കം മുതൽ അഖിൽമാരാരും ഷിജുവുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ വലിയൊരു സന്ദേശം പുറത്തു കൊടുക്കാനുണ്ടായത്. അതിനേക്കാൾ അപ്പുറത്ത് ഇപ്പൊ ഇവരുടെ ശത്രുക്കളായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ജുനൈസും സാഗർ സൂര്യയുമായിട്ടുള്ള ഒരു സൗഹൃദം. ഞാൻ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇവരുടെയൊക്കെ ഫാമിലി അവിടേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫാമിലിയുടെ ഒരു ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അഖിൽമാരാരുടെ ഫാമിലി അവിടേക്ക് വരുമ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എവിടെയോ എന്തോ ഒരു സ്ട്രൈക്ക് അടിച്ച പോലെ തിരിഞ്ഞു നോക്കിയിട്ട് ഓടുന്നു, കുട്ടികൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു, അവര് തമ്മിലുള്ള ഒരു ഇതൊക്കെ മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ബന്ധങ്ങളുടെ വില പറയുന്ന കുറെ സന്ദേശങ്ങള് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിറഞ്ഞു കുറെ സീൻസ്. എന്ത് തേങ്ങയാണ് ഈ 10-46 ദിവസമായിട്ട് ബിഗ് ബോസ് സീസൺ 6-7 കൊടുക്കാനുള്ളത്. ഞാൻ പറയട്ടെ, ഈ ബിഗ് ബോസ് ആയാലും അല്ലെങ്കിൽ ഈ കാണുന്ന കുറെ സീരിയൽസ് ആയാലും ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തുന്നില്ല. കിട്ടിയിട്ടുള്ള കാലമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേര് അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വേറൊരാളുടെ അടുത്ത് അന്ന് ഇവരുടെ കൂടെ കൂട്ടുകൂടിയേക്കാം എന്ന് പറഞ്ഞ് ആരൊക്കെ പോകുന്നുണ്ട്. അതായത് ഒരു ഷോ കണ്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ പണിയൊക്കെ അവസാനിപ്പിക്കണം ചിത്ര. എന്തിന്? പിന്നെന്തിനാണ് ചിത്ര ജോലി ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ആയതുകൊണ്ടല്ലേ. എനിക്ക് പണി ചെയ്ത് എനിക്ക് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതെനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് കാണുന്നത് എങ്ങനെയാ, ഞാനിപ്പോ എന്താ പറയാ, നേഷൻ പ്ലസ് എന്ന് പറയുന്ന ചാനലിൽ ഞാൻ പൊളിറ്റിക്കൽ റിവ്യൂ ഒരു കൂട്ടം ആളുകൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയില്ല എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, ഒരു പരാതിയും വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി അയാളെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് ഉണ്ട്. ഞാനിത് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ നിനക്കെന്തുള്ള വട്ടാണോ എന്ന് ചോദിച്ചവരുണ്ട് എന്റെ അടുത്ത്. അപ്പൊ സ്വാഭാവികം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ട് ഒരാൾ ഇതിന്റെ പിന്നാമ്പുറം എന്താണെന്ന് മനസ്സിലാക്കണം എന്നൊരു കാഴ്ചപ്പാടിലാണ് വീഡിയോ ചെയ്യുന്നത്. അല്ല ചുമ്മാ വന്നിരുന്ന് ശ്രദ്ധിച്ചിട്ട് പോകല്ല. ആളുകൾ മനസ്സിലാക്കുന്ന രീതി അനുസരിച്ചിരിക്കും. അതായത് ചില ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് 100% പൊട്ടത്തരമാണ്. കാര്യം ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ 50 പേരായിക്കോട്ടെ, 50 പേർ ഇതിന്റെ ഡെപ്ത് മനസ്സിലാവും. 50 പേർ, ഈ 50 പേരും ചിത്രയെ കാണുകയാണ് അല്ലെങ്കിൽ എന്നെ കാണുകയാണ്. ഒരുപക്ഷെ അവർക്ക് നോക്കും, ഈ കുട്ടി രാവിലെ കുളിക്കാൻ തോന്നിരുന്നാണ്, അല്ലെങ്കിൽ ഇവന്റെ വയറെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇവന്റെ താടി എവിടെ പോയി എന്നൊക്കെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ രൂപത്തെ ശ്രദ്ധിക്കുന്ന, നമ്മുടെ ഭാവത്തെ ശ്രദ്ധിക്കുന്ന ഈ ആളുകൾ 10-20 മിനിറ്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വെറുതെ കാണുന്നതല്ല. നമ്മൾ പറയുന്ന വാചകങ്ങൾ അവന്റെ മൈൻഡിൽ എവിടെയെങ്കിലും ഇത് ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കണക്ട് ആവാം. മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും നമ്മുടെ ഓഫീസിൽ വരുന്ന പിള്ളേരോട്, പുതിയ ആയിട്ട് വരുന്നവർ പറയുന്നതാണ്, നിങ്ങളൊരു ക്യാമറയ്ക്ക് മുന്നിൽ കാര്യം പറയുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ട് പറയണം. കാരണം നിങ്ങളെ അറിയാത്ത 100 പേരായിരിക്കും, അല്ലെങ്കിൽ 1000 പേരായിരിക്കും, 1 ലക്ഷം പേരായിരിക്കും, 1 കോടി പേരായിരിക്കും ആ വീഡിയോ കാണാൻ പോകുന്നത്.
ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, എനിക്ക് ന്യായം എന്ന് തോന്നുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ പറയാ. അത് പലതവണ ആലോചിച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പോ പറയാ. ഇത് കേട്ടിട്ട് ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും പെടാതിരിക്കും എന്നുള്ളതൊന്നും ഞാൻ എന്താ പറയാ, എനിക്കത് അറിയാം. അത് ഒരാളെയും ഹേർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് വരുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടിയായിരിക്കും ഞാനൊരു കാര്യം. ചാന്തുപൊട്ട സിനിമ കണ്ടിട്ട് എത്ര പേര് ദിലീപിനെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്? ചാന്തുപൊട്ട സിനിമ കണ്ടിട്ട് ദിലീപിനെ എത്ര പേര് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടോ എനിക്കും ദിലീപിനെ പോലെ ആവണം എന്ന് ആരൊക്കെ ചിന്തിച്ചു? അങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, ആരൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ. രോഹിത്തേട്ടൻ ചെയ്തിട്ടുണ്ടോ? ദിലീപിനെ കണ്ടിട്ട് ദിലീപിന്റെ അവസാനത്തെ ക്ലൈമാക്സ് സീനിൽ ദിലീപിനെ ഞാൻ ചോദിക്കുന്നതല്ല, ക്ലൈമാക്സ് സീനിൽ അടി കിട്ടുന്നൊക്കെ കണ്ടോ അയ്യോ പാവം ഇവനെ എന്തിനാണ് അടിച്ചത് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് അയാളുടെ ആ ഒരു അവസ്ഥ കണ്ട അനുകമ്പ തോന്നിയിട്ടായിരിക്കും. ദിലീപിനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതേ രീതിയിൽ ജീവിക്കുന്ന ആളുകളെ അല്ലെ, അതേ രീതിയിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോ അയ്യോ ഇവർക്ക് ഒരു ജീവിതമുണ്ട്, ഇവർക്ക് ഒരു ലൈഫ് ഉണ്ട്, അത് നമുക്കൊരു കരുണ തോന്നുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ മനസ്സ് കൈൻഡ് ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നു. അത് നൽകുന്ന സന്ദേശം അതാണ്. അത് നൽകുന്ന സന്ദേശം അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് മാത്രമാണ്. ഞാൻ ചോദിച്ചത് അവരെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതുപോലെ ആകണം എന്ന് എത്ര പേര് അങ്ങനെ ആകണം നല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞത് ചിത്ര വീഡിയോ ചെയ്യുന്നുണ്ട് ചിത്രയെ പോലെ ആവണം ആരെങ്കിലും വിചാരിക്കണം നല്ല ഞാൻ പറഞ്ഞതല്ല. ചിത്ര പറയുന്ന വാചകങ്ങളിലെ അല്ലെങ്കിൽ പോട്ടെ ഈ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ ചെയ്യുന്ന പ്രവൃത്തികളിലെ വാചകങ്ങൾ കണ്ടിട്ട് അതിൽ കൊള്ളാവുന്ന ഒരു പോയിന്റ് എങ്കിലും ജീവിതത്തിലേക്ക് എടുക്കണമെന്ന് തോന്നിയേക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ചാന്തുപൊട്ടം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് അതിന്റെ ക്ലൈമാക്സ് കണ്ടിട്ട് അങ്ങനെ നടക്കുന്ന ഒരാൾ, അതായത് നമ്മൾ 9 എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ചാന്തുപൊട്ടം എന്ന് വിളിക്കുന്ന നോർമലി നാടൻ ഭാഷയാണ് ഞാൻ പറയുന്നത്, ഇതിൽ കാണുന്ന ഒരാളെ കണ്ടിട്ട് സമൂഹം അകറ്റി നിർത്തിയിരുന്ന ഒരു കാലത്ത് ഇപ്പൊ ഈ പറയപ്പെടുന്ന LGBTQ അപ്പോസ്തലന്മാർ വരുന്നതിന് മുമ്പിട്ടാണല്ലോ ലാൽ ജോസ് ആ പടം ചെയ്യുന്നത്. ലാൽ ജോസ് അല്ലേ സംവിധായകൻ ആണ് ആ പടം ചെയ്യുന്നത്, ദിലീപേട്ടൻ ആ പടം ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അവർക്കും ഇങ്ങനെയുള്ള വേദനയും മനോവേദനയും വിഷമവും പ്രണയവും ഒക്കെ ഉണ്ട് എന്ന് മനുഷ്യന് മനസ്സിലാക്കി തന്നതാണ്. അതിനു മുമ്പ് ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ സീരിയസ് എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ അതിനു മുമ്പ് ഞാൻ ഈ പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് ട്രെയിനിൽ ഇവർ മറ്റേ കൈ കൊട്ടിക്കൊണ്ട് പൈസക്ക് വെച്ചിട്ട് നമ്മൾ ഇവരെ കഴിഞ്ഞ മുഖം തിരിച്ചിട്ട് കാണാതിരിക്കാൻ വേണ്ടി നടന്നു പോകുന്ന ഒരു സാധനം. എന്ത് ജന്മങ്ങളാടാ, എന്ത് ജീവിതങ്ങളാടാ എന്ന് ചോദിച്ചെടുത്ത് നിന്ന് അങ്ങനെ നടക്കുന്ന ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് അവർക്കും ഒരു വികാരതലമുണ്ട്, അവർക്കും ഒരു ജീവിതമുണ്ട്, അവർക്കും ഒരു പേരൻസ് ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്ന് ചിന്തിക്കാൻ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും മസ്തിഷ്കത്തിലേക്ക് ആ ഒരു ചിന്ത കുത്തിവെക്കാൻ ആ സിനിമയെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ ക്രിയേറ്ററുടെ അല്ലെങ്കിൽ അതിലെ അഭിനേതാവിന്റെ ഏറ്റവും വലിയ ടാലന്റ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ പോയിന്റുകളും ഈ പറയപ്പെടുന്ന ആളുകളുടെ മസ്തിഷ്കത്തിൽ എവിടെയെങ്കിലും ഒക്കെ കിടക്കും. അത് ഏതെങ്കിലും ഒക്കെ സമയത്ത് അതിനെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ആദില എന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇത് കണ്ടിട്ട് പിന്നെ ചിത്ര നാളെ വിചാരിക്കുകയാണ് എനിക്ക് ഇവരെ പോലെ ആവണം, നാളെ എനിക്ക് പാർട്ട്ണറായിട്ട് ആണ് വേണ്ട, പെണ്ണ് മതി എന്ന് ചിത്ര ചിന്തിക്കും. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇവരുടെ ഷോർട്സുകൾ കാണുന്നത് നമ്മളല്ല അത് ചിത്രക്ക് പറയാൻ പറ്റില്ല. അതായത് അത് ഞാൻ പറഞ്ഞുതരാം, വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഗേ ആയിക്കോട്ടെ, അതിനകത്ത് ലെസ്ബിയൻസ് ആയിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, നമ്മൾ ഒരു ദിവസം ഞാനിപ്പോ രാവിലെ എഴുന്നേക്കുമ്പോൾ വിചാരിക്കുകയാണ് ഓക്കെ ഞാൻ ആണാണ്, ഞാൻ പെണ്ണല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അത് മൈൻഡിന്റെ ഒരു രീതിയിലുള്ള ഒരു സംഭവമേ അല്ല അത്. നമ്മുടെ ഉള്ളില് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ആ ജനിക്കുന്ന സമയത്ത് തൊട്ടോ ഇതിനകത്ത് ഒരു ഇംബാലൻസ് ഉണ്ടായിരിക്കാം. അത് വെച്ചിട്ടാണ് നമുക്ക് ഈ ചിന്ത മാറുന്നത്. അങ്ങനെ ആകുമെന്നല്ല ഞാൻ പറഞ്ഞത്. രോഹിത്തേട്ടൻ ചോദിച്ചല്ലോ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ളത്. എന്താണ് ഞാൻ പറയുന്നത്, ചിത്ര എന്താണ് പറയുന്നത് എനിക്കറിയില്ല. ഇത് ഇവരുടെ വീഡിയോകൾ കണ്ടിട്ടോ ഇവരുടെ ഇത് കണ്ടിട്ടോ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമെന്നോ അങ്ങനെ ആകാൻ ചിന്തിക്കുമെന്നോ അല്ല ഞാൻ പറയുന്നത്. ഇവരുടെ ഈ ചർച്ചകൾ കൊണ്ട് പൊതുസമൂഹത്തിന് കിട്ടുന്ന സന്ദേശം എന്താണ്, അതാണ് എന്റെ ചോദ്യം. എന്റെ വിഷയം എന്താണ്? അല്ല ഞാൻ ഈ സംസാരിക്കുന്ന LGBTQനെ പറ്റിയോ അല്ലെങ്കിൽ ലെസ്ബിയൻസിനെ പറ്റിയോ ഇവരെ കുറിച്ച് ആരെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. അവിടെ ഇവര് മാത്രമല്ലല്ലോ ഉള്ളത്, അവിടെ 16 പേര് മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നതിൽ 2-3 പേര് മാത്രമാണ് ആ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത്. ബാക്കിയുള്ള ആളുകൾ മെയിൽ കമ്മ്യൂണിറ്റി, ഫീമെയിൽ കമ്മ്യൂണിറ്റി, ഈ 3 കമ്മ്യൂണിറ്റി ഉള്ളവരോട് പങ്കെടുക്കുമ്പോ എന്ത് സന്ദേശം സാധാരണക്കാരൻ ആ ഷോ കൊടുക്കുന്നു? എന്തുകൊണ്ട് ബിഗ് ബോസിന്റെ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് ലാലേട്ടനാണ്. ലാലേട്ടന് പറയാമായിരുന്നല്ലോ ഞാൻ ലാലേട്ടനെ
അല്ല ഞാൻ പറയുന്നത് ഞാൻ മോഹൻലാലിനെ കുറിച്ചും അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയേറ്റീവ് ടീം ഉണ്ട്, മാർക്കറ്റിംഗ്. അവരാണ് ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി ലാൽ സാറിന് കൊടുക്കുന്നത്. അവരെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് തന്നെയാണ്, അതായത് ഇവർക്ക് കണ്ടന്റ് ആണ് വേണ്ടത്, നമുക്കറിയാലോ. അവർക്ക് കണ്ടന്റാണ് മേക്ക് ചെയ്യുന്നത്. ജോതേട്ടൻ ചോദിച്ചത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, ആ രീതിയിൽ പറഞ്ഞിട്ടാണ് ഈ ചർച്ച നമ്മൾ തുടങ്ങിയത്. എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതാണ് എന്റെ ചോദ്യം. പക്ഷെ അത് ഇവര് ക്ലിയർ ആക്കുന്നുണ്ട്, അത് ഈ ഹോസ്റ്റിനെ കൊണ്ടാണ് അവര് ക്ലിയർ ആക്കുന്നത്. അതായത് ആ ഷോയിൽ കൂടി പറയുന്നുണ്ട് വീട്ടിൽ കേറ്റാൻ കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ. ഒരു മിനിറ്റ്, ഞാൻ അതിനകത്ത് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അവര് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോ മോഹൻലാൽ തന്നെ ആ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് പറയുന്നുണ്ട് ഇവരെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന്. അതിനകത്തുനിന്ന് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ രീതിക്കാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. LGBT കമ്മ്യൂണിറ്റി എന്നല്ല, മാറ്റി നിർത്തുന്ന ആരായാലും ഹേർട്ട് ചെയ്തിട്ട്. ഞാൻ പറയുന്നതിന് ഉത്തരം പറ. നാദില, നൂറ, നിവിൻ, LGBT കമ്മ്യൂണിറ്റി ഇവരെയൊക്കെ കൊണ്ട് മാറ്റി നിർത്തും. അല്ലാതെ ഇപ്പൊ പറഞ്ഞല്ലോ അവരെയും കൂടി വീട്ടിൽ കയറ്റാൻ പറ്റുന്നവരാണെന്ന സന്ദേശം മോഹൻലാൽ കൊടുത്തു. അല്ലാതെ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ഷോ കൊടുത്തൊരു സന്ദേശം അതിനകത്ത് ബാക്കിയുള്ളവരാരെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് വരട്ടെ അന്ന് ആലോചിക്കാം അല്ലേ. അവര് പ്രശ്നമായിട്ട് വരും. ഇതൊരു പ്രശ്നം വന്നപ്പോ അത് തീർക്കാൻ വേണ്ടി വന്നതല്ലേ. നമ്മളിത് പറഞ്ഞു വന്നിട്ട് രത്ന ചുരുക്കം പറയാം. ഇത്തവണ ബിഗ് ബോസ് LGBT കമ്മ്യൂണിറ്റി ചുറ്റിക്കറങ്ങിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമാകരുത് ഷോ എന്നുള്ളതാണ്. ഇപ്പോൾ ലക്ഷ്മി വന്നു, ലക്ഷ്മിയുടെ ആ പരാമർശത്തോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. മോഹൻലാലിൻ്റെ അതേ അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. ഇപ്പോൾ പക്ഷേ ഈ ഷോയുടെ ഒരു ടാഗ്ലൈൻ ഒറിജിനൽസ് ഇവരുടെ എന്താണോ, ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ വിയോജിപ്പ് അറിയിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്, ലക്ഷ്മിയെ എതിർക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഇപ്പോൾ ഈ ആരെയാണോ ലക്ഷ്മി എതിർത്തത് ആ എതിർത്ത ആളും ലക്ഷ്മി അവർ രണ്ടുപേരും, ഈ 3 പേര് ഈ ഗെയിം കിടന്ന് കറങ്ങ, ബാക്കിയുള്ളവരൊക്കെ സഹമത്സരാർത്ഥികളായി കിടക്കുക. ഒരു പാവം പിടിച്ചോനെ ഒരു മറ്റേ എന്തുവായിരുന്നു മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെ ആൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷോയ്ക്ക് ഇനിയിപ്പോൾ മുറുകയാണ്, അടുത്ത 50 ദിവസമാണ്. ഇനിയെങ്കിലും ഇത് മറ്റ് രീതികളിലേക്കുള്ള ചർച്ച. ഇവരെല്ലാവരും മനുഷ്യരാണ്, ആണും പെണ്ണും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മറ്റെന്തെങ്കിലും എന്ന് പറയുന്ന മൂന്നാം ലിംഗക്കാർ എന്നൊക്കെ പറയുന്ന പോലെ അത് മാത്രമാകരുത്. ഇവരെല്ലാവരും മനുഷ്യരാണെന്ന് കണ്ടുകൊണ്ടുള്ള ഗെയിമുകളിലേക്ക്, മൈൻഡ് ഗെയിമിലേക്ക്, ഇവരുടെ ടാലൻറ്റുകളിലേക്ക് ഒക്കെ കടക്കേണ്ടുന്ന സമയമായിരിക്കുന്നു. അത് മനസ്സിലാക്കി വേണം ബിഗ് ബോസ് ഇനി പ്രേക്ഷകർക്ക് കൊടുക്കാൻ എന്നുള്ളതാണ്.